ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഗെയിം ആയിരുന്നു ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ടെക്നിക്കിലേക്ക് ട്രിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 100, 1000 ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 100-ന് അല്ലെങ്കിൽ ബേസ് നമ്പറിന് മുകളിലുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിലുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ ചെറിയൊരു ചേഞ്ച് ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇതിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കറിയാം 102, 104 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ബേസ് നമ്പർ 100 ആണ്. അപ്പോൾ 100-ൽ നമുക്കറിയാം 100-ൽ 2 0 ആണുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, 2 ബ്ലാങ്ക് പ്ലേസ് ഫില്ല് ചെയ്യണം. അടുത്തത് ചെയ്യേണ്ടത് 102 ആണ്. നമുക്കറിയാം 102, 100-നോട് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 102 കിട്ടുന്നത്. അല്ലെ 100 ആവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. 102-ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യാം, അല്ലെ 100-നോട് 2 ആഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ആണ് കൂടുതലായിട്ടുള്ളത്. അല്ലെ 100-ൽ നിന്ന് 2 ആണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെയും 104, അവിടെ 4 ആണ് കൂടുതലായിട്ടുള്ളത്. അല്ലെങ്കിൽ 104 - 4 ആണ് 100 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 100 + 4 എന്ന് പറയുന്നതാണ് 104. ഈ രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. താഴെയുള്ള നമ്പേഴ്സ് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, അത് 100 ആവാൻ വേണ്ടിയിട്ട് എത്ര ആഡ് ചെയ്യണം, ഇവിടെ 100 ആവാൻ വേണ്ടിയിട്ട് എത്ര സബ്ട്രാക്ട് ചെയ്യണം, അത്ര മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 102 2 കൂടുതലുണ്ട്, 104 4 കൂടുതലുണ്ട്. നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ്. 4-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 2 8 ആണ്. പക്ഷേ ഇവിടെ 2 ബ്ലാങ്ക് പ്ലേസ് ഉള്ളത് കൊണ്ട് 0 8 എന്ന് നമ്മൾ എഴുതും. ഓക്കെ, 4 × 2 8 ആണ്, 0 8 എഴുതാം. ഇനി ചെയ്യേണ്ടതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ, നേരത്തെ നമ്മൾ ചെയ്തത് ബിലോ ആയിരുന്നെങ്കിൽ സബ്ട്രാക്ഷൻ ആണ്. ഇനി എബോവ് ആയിട്ട് വരുമ്പോൾ അഡീഷൻ ചെയ്യണം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനെ ഇതുകൊണ്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ആഡ് ചെയ്യാം. രണ്ടായാലും ആൻസർ സെയിം ആയിരിക്കും, അതിൽ മാറ്റമില്ല. 102 + 6, 102 + 6 എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 106 കിട്ടും. ഇതായിരിക്കും ആൻസർ. ഓക്കെ, അല്ലെങ്കിൽ 104 + 2 106, ഏതായാലും സെയിം ആണ്. അപ്പോൾ മുകളിൽ വരുമ്പോൾ ആഡ് ചെയ്യാനും താഴെ വരുമ്പോൾ സബ്ട്രാക്ഷനും ആണ് എന്നുള്ളത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഇപ്പോൾ 102 × 104 എന്ന് പറയുന്നത് ആൻസർ 10,608 ആയിരിക്കും. ഇവിടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെയും ബേസ് എന്താണ് വരുന്നത്, 100 ആണ് വരുന്നത്. അപ്പോൾ 100 ബേസ് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 100 തന്നെയാണ് ബേസ് വരുന്നത്. 2 ബ്ലാങ്ക് പ്ലേസ് കൊടുക്കണം, അല്ലേ, അവിടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി 106 ആണ്. നമുക്കറിയാം 6 ആണ് ഇവിടെ കൂടുതലുള്ളത്, ഇവിടെ 8 ആണ് കൂടുതലുള്ളത്, അല്ലേ. 100 + 6 106, 100 + 8 108. അപ്പോൾ അത് നമ്മൾ കോമൺ ആയിട്ട് ചിന്തിച്ചെഴുതുക. ഇനി അടുത്തത് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 6 48 ആണ്. 48 ഇവിടെ 2 ഡിജിറ്റിൽ ഫില്ല് ചെയ്യുക. 48 അവിടെ 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് എന്താ, ആഡ് ചെയ്യാൻ വേണ്ടത്. ഇതിനെ കൊണ്ട് ഇതിനെ ആഡ് ചെയ്യാം, ഇതുകൊണ്ട് ഇതിനെ ആഡ് ചെയ്യാം. ഏതായാലും ആൻസർ എന്തായാലും ക്രോസ് ആയിട്ട് ആഡ് ചെയ്യാമെന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. അല്ലെങ്കിൽ ബിലോ ആണെങ്കിൽ ക്രോസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ആ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 106 + 8 എന്ന് പറയുന്നത് 114 ആണ്. സോ ആൻസർ ഈസ് 11,448. സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ട് മൈൻഡ് ചെയ്യും. So 112 × 110, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു നോക്കുക. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്, 100-ന് അടുത്തുള്ള നമ്പർ തന്നെയാണ്. അപ്പോൾ 100 ആവാൻ നമുക്കറിയാം 112-ൽ 12 ആണ് കൂടുതലുള്ളത്. 110-ൽ 10 ആണ് കൂടുതലുള്ളത്. അപ്പോൾ 100 ആയതുകൊണ്ട് നമുക്കറിയാം എന്ത് ചെയ്യണം, 2 ബ്ലാങ്ക് പ്ലേസ് ഇടണം, അല്ലെ, 2 ഉള്ളൂ. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓർത്ത് വെക്കുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 12 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് 120 ആണ്, അല്ലെ. 12 × 10 എന്ന് പറയുന്നത് 120 ആണ്. പക്ഷേ നമുക്കിവിടെ 2 ബ്ലാങ്ക് പ്ലേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഡിജിറ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഏതേ എഴുതാൻ പറ്റുള്ളൂ, 20 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ബാക്കി 1 എന്താണ്, ബാലൻസ് ആണ്, ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, 3 ഡിജിറ്റ് ഇല്ല. കാരണം 100-ന്റെ ബേസ് ആണ്, ബേസ് 100 ആയിട്ടാണ് വരുന്നത്. 2 ബ്ലാങ്ക് പ്ലേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 3 ഡിജിറ്റ് നമ്പറാണ്. അങ്ങനെ കിട്ടുമ്പോൾ 2 ഡിജിറ്റ് മാത്രം എഴുതുക, 3rd ഡിജിറ്റ് അതുപോലെ ബാലൻസ് വെക്കുക. അപ്പോൾ എന്തുണ്ട്, 1 ബാലൻസ് ഉണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ, തമ്മിൽ ആഡ് ചെയ്യുക. 112 + 10 എന്ന് പറയുന്നത് എന്താ, 112 + 10 122 ആണ്, അല്ലെ. 122 ആണ്.
പിന്നെ എന്തുണ്ട്, 1 ബാലൻസ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 122 പ്ലസ് 1 എന്ന് പറയുന്നത് 123 കിട്ടും അല്ലേ. 112 പ്ലസ് 10 എന്ന് പറയുന്ന 122 ആണ്. അതിൻ്റെ കൂടെ ബാലൻസ്, നേരത്തെ ബാലൻസ് വന്ന 1 കൂടെ ആഡ് ചെയ്തത് 123 കിട്ടും. സോ ആൻസർ 12,320 ആയി. ഇതാണ് ബേസ് 100. അതിന് മുകളിലുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മെത്തേഡ്. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു മെത്തേഡുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.